ഹേയ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഉമ്മച്ചിയുടെ ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒരു ഔട്ടിങ് പോവാണ്. ഒരു വൺ ഡേ ട്രിപ്പ് പോകല്ല, നമ്മൾ പോകുന്നത് വാഗമണ്ണാണ്. അപ്പോൾ നമ്മൾ 3 വണ്ടിയിലൊക്കെ ആയിട്ടാണ് എല്ലാവരും പോയത്. ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങളുടെ കസിൻസ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരു കുട്ടി ട്രിപ്പ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ചെറിയ ലൊക്കേഷനൊക്കെ കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ നേരെ റൂമിലെത്തിയായിരുന്നു. റൂമിൻ്റെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നത് മോർണിംഗ് കാണിക്കാം. അപ്പം നമ്മൾ ജസ്റ്റ് ബാർബിക്യൂ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ എല്ലാവരും ഫ്രഷപ്പായി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മോളിൽ ചെന്ന് അതൊക്കെ സെറ്റ് ചെയ്യാൻ, കാരണം അത്യാവശ്യം ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യായിരുന്നു എല്ലാവരും കൂടി. പിന്നെ അതൊക്കെ റെഡി ആയി കഴിഞ്ഞു. നമ്മളൊരു 11 ആയി ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ. പിന്നെ എല്ലാവർക്കും അതൊക്കെ സെറ്റ് ചെയ്ത് എടുത്ത് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു. മസാലയും കാര്യങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഗ്രില്ല് ചെയ്തെടുത്താൽ മതിയായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരും കിടന്നു. മോർണിംഗ്സിലെ വ്യൂ ആണ്ടായി കാണിക്കുന്നത്. മോർണിംഗ് അടിപൊളിയായിരുന്നു ഗൈസ്. രാത്രി നമുക്ക് അവിടെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല. പക്ഷേ മോർണിംഗ് എഴുന്നേറ്റപ്പോൾ ഫുൾ കോട വന്നിട്ട് അടിപൊളിയായിരുന്നു അവിടെ കാണാനായിട്ട്. നമ്മൾ ജസ്റ്റ് ഒരു വാക്കിനൊക്കെ പോയായിരുന്നു, ഞാൻ വൈസിക്കയും. വേറെ ആരും വന്നില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി ജസ്റ്റ് താഴത്തോട്ടൊക്കെ പോയായിരുന്നു. അവിടെയൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ റൂം വന്നിട്ട്. 2 പോർഷൻ നമുക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ റൂം മുകളിലായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രഷപ്പായി എല്ലാം കഴിഞ്ഞ് നമ്മൾ നാസ്തയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി. നമ്മൾ അവിടെ നേരത്തെ ഇറങ്ങി, ബിക്കോസ് അത്യാവശ്യം സ്പോട്ട്സൊക്കെ കവറപ്പ് ചെയ്യണമെങ്കിൽ നേരത്തെ ഇറങ്ങണം. ചെക്കിങ് ടൈം ശരിക്കും പറഞ്ഞാൽ ഒരു 11:30 നമ്മൾ ഒരു ഏകദേശം ഒരു 9:30 ആയപ്പോഴേക്കും അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയായിരുന്നു. ഇതാണ് റൂമിൻ്റെ ഫുൾ വ്യൂ വരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. ലൊക്കേഷനും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. പേര് വരുന്നത് ഒലിവറ്റ് എന്നായിരുന്നു. ഒരു സർവീസും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് നമ്മുടെ വാഗമണ്ണിലെ നമ്മുടെ മൊട്ടക്കുന്നിലേക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് മൊട്ടക്കുന്ന്, അവിടെ അധികം നമുക്ക് കാണാനായിട്ടുള്ള ലൊക്കേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഉള്ളത് നമ്മൾ ഫുൾ കവറപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ മൊട്ടക്കുന്നിലാണ് പോയത്. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട്, വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യമല്ല, അധികം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ ചെന്നു, ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു എല്ലാവരും. അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ് അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് പാലൊഴുകും പാറത്തോട്ടൊരു ലൊക്കേഷനായിരുന്നു ഗൈസ്. പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താ പറയുക, നമ്മുടെ ആ റോഡ് സൈഡിൽ നിന്നിട്ട് ജസ്റ്റ് ആ വാട്ടർഫോൾസ് പോലെ ആ ഒരു ഇത് കാണാം, അത്രയും ഉണ്ടാവില്ല. അടുത്തോട്ട് പോകാനും പറ്റുന്നുണ്ടായില്ല. പിന്നെ നമ്മൾ പൈൻ വാലിലാണ് പോയത്. അവിടെ ചെന്നിട്ടും ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ തേക്കടിക്കാണ് പോയത്. അവിടെ ചെന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. പിന്നെ നമ്മൾ തേക്കടിയിൽ നമ്മൾ വാട്ടറിൻ്റെ മറ്റേ ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ടൈം കഴിഞ്ഞുകൊണ്ട് അവിടെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ ട്രക്കിങ്ങിനാണ് പോയത്. പക്ഷേ ഗൈസ്, ട്രക്കിങ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 ജീപ്പായിട്ടാണ് പോയത്. 3 വണ്ടിയായിട്ട് പോയതുപോലെ തന്നെ ആ വണ്ടിയിലുള്ള ആൾക്കാർ തന്നെ 3 ജീപ്പായിട്ട് നമ്മൾ പോയത്. പക്ഷേ ട്രക്കിംഗ് വാസ് ഗുഡ്, അടിപൊളിയാണ്. ഞങ്ങൾ റിയലി എൻജോയ് ചെയ്തായിരുന്നു. ഞങ്ങൾ പിള്ളേരൊക്കെ ഒരു വണ്ടിയിലും ബാക്കിയുള്ളവർ 2 വണ്ടിയായിട്ട് അങ്ങനെ നമ്മൾ പോയത്. പക്ഷേ ട്രക്കിംഗ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കസിൻസും എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ട്രിപ്പിൽ നമുക്ക് ഓർത്തെടുക്കാനുള്ള ഒരു മൊമെൻറ്റ് അത് കിട്ടിയായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും കിട്ടാണ്ട് വരുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ട്രക്കിങ്ങിന് പോയതുകൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഒറ്റ പോക്കായിരുന്നു. പിന്നെ നമ്മൾ നേരെ മൂവാറ്റുപുഴ ആ ഭാഗത്തെത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗൈസ്, ബൈ.